ചലിക്കാതിരിക്കുന്ന അതരങ്ങളൊക്കെ ചലിക്കട്ടെ. ആ അതരങ്ങൾ പൂട്ടിക്കളയാൻ പിശാച് പദ്ധതി ഇടുമ്പോൾ ഇന്ന് പകൽ നിന്റെ ആധരങ്ങൾ തുറന്ന് ചലിക്കട്ടെ. ഇതിന്റെ അകത്ത് വ്യാപരിക്കുന്ന ഈ ദൂതിൽ കൂടെ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇപ്പോൾ തന്നെ ആമി വെളിപ്പെടുകയാ. ജീസസ് ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്തത്താലും വചനത്താലും ഈ പകൽ ജയമെടുക്കുകയാ. സ്തോത്രം, സ്തോത്രം. ദൈവം നമുക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഒരു 9-ാം മണി നേരം, അത് ദൈവത്തിന്റെ സമയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉദരം മുതൽ മുടന്തനായിരുന്ന മനുഷ്യന് വേണ്ടി ദൈവം നിശ്ചയിച്ച സമയമാണ് 9-ാം മണി നേരം. ഹല്ലേലൂയ. ദീർഘവർഷങ്ങളായി ചുമന്നുകൊണ്ട് വന്നിരുത്തിയവനെ ദൈവത്തിന്റെ സമയമായപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം തൊടുവാനിടയായെങ്കിൽ ഇന്ന് പകൽ ദീർഘനാളുകളായി നീ അനുഭവിക്കുന്ന വിഷയത്തിന്മേൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ചലിക്കുകയാണ്. അവരോട് പ്രാർത്ഥിച്ചാട്ട് ദൈവിക വെളിപ്പാടുകൾ വെളിപ്പെട്ട് വരട്ടെ, വചനത്തിന്റെ വെളിപ്പാടുകൾ വെളിപ്പെട്ട് വരട്ടെ. യേശുവിന്റെ നാമത്തിൽ രക്തത്താലും വചനത്താലും ഈ പകൽ ജയമെടുക്കുകയാണ്. വൈദം പ്രഗന്ധം പ്രൗഢാരികാര അർത്തുരഭാതി വേഗത്ത് രക്ഷധനാചാരകരക ഹോരാഭാരാഭാനക വൈദമനാജ വേദമനക്ഷം വൈദക്രദനം അർത്തുരവാദം വാദപ്രഗത്തം പ്രൗഢന്തിരാജകാത്. എത്രയോ വർഷമായി ചുമന്ന് ഈ മനുഷ്യനെ കൊണ്ടുവന്ന് പ്രാർത്ഥനാ ഗോപുരത്തിന്റെ മുമ്പിൽ ഇരുത്തുന്നവർക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, അവൻ യാചിക്കുമ്പോൾ വല്ലതും കിട്ടണം. പ്രൈസ് ദി ലോർഡ്. ഞാനിങ്ങനെ എന്തൊക്കെയാ, ഈ മനുഷ്യൻ രാവിലെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഒന്നേ കാണുകയുള്ളൂ, ഇന്ന് നല്ല പിരിവ് കിട്ടണേ ദൈവമേ, യഹോവേ അതിന് വഴി തുറക്കണമേന്നേ അവൻ പ്രാർത്ഥിക്കത്തുള്ളൂ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ചുമക്കുന്നവർ വിചാരിക്കുന്ന കാര്യം, ചുമന്നുകൊണ്ട് നടക്കുന്നവർ, കൊണ്ടിരുത്തുന്നവരും തിരിച്ചു കൊണ്ടുപോകുന്നവരും വിചാരിക്കുന്നത് ഇത് ഇങ്ങനെ ജീവിത അവസാനം വരെയും ചുമന്നുകൊണ്ട് നടക്കുമെന്നാ ചിന്തിച്ചത് മുഴുവൻ. ഹല്ലേലൂയ. പത്രോസിന്റെയും യോഹന്നാന്റെയും മുമ്പിൽ അവൻ വല്ലതും ലഭിക്കുമെന്ന് ചിന്തിച്ച് അവൻ യാചിച്ചപ്പോൾ, ഭിക്ഷ ചോദിച്ചപ്പോൾ അവിടെ പത്രോസ് യോഹന്നാനും പറഞ്ഞത്, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു, നസ്രേനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പിന്നെ അവന്റെ വായിൽ നിന്ന് യാചനയുടെ ശബ്ദം വീണില്ല. എത്ര പേർ മനസ്സിലാക്കുന്നു? യാചനയുടെ ശബ്ദം വീണില്ല. അവിടെ വായിക്കുന്നത് ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ട് അവൻ പുകഴ്ത്തിക്കൊണ്ട് നടന്നു. അവൻ നിന്നും കുതിച്ച് ചാടി ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ട് നടന്നു. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, തമ്പുരാൻ നിന്നെ തൊട്ടാൽ, പരിശുദ്ധാത്മാവ് നിന്നെ തൊട്ടാൽ, നിന്റെ സംസാര ശൈലി പോലും ദൈവം മാറ്റുകയാ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാ. ജീസസ്, ജീസസ്. പരിശുദ്ധാത്മാവ് മനുഷ്യനെ തൊട്ടപ്പോൾ, അവന് വിടുതൽ കിട്ടിയപ്പോൾ അവന്റെ യാചനയുടെ ശബ്ദം നിന്നവിടെ, അവന്റെ യാചനയുടെ ശബ്ദം നിന്നു. ഇന്ന് പകൽ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ദീർഘവർഷങ്ങളായി ദൈവത്തിന്റെ സന്നിധിയിൽ നീ യാചിച്ചു കൊണ്ടിരിക്കുന്നത്, മനുഷ്യനോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് നീ യാചനയുടെ ശബ്ദം മുഴക്കിയത്, സ്വർഗത്തിലെ ദൈവം നിർത്താൻ പോകുകയാ.
സ്വർഗത്തിലെ ദൈവം നിർത്താൻ പോകുകയാ. നിന്റെ അധരങ്ങളിൽ പുകഴ്ചയുടെ, നിന്റെ അധരങ്ങളിൽ ആരാധനയുടെ, നിന്റെ അധരങ്ങളിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന, ദൈവപ്രവൃത്തിയെ കുറിച്ച് ഘോഷിക്കുന്ന ശബ്ദത്തെ ദൈവം പുറപ്പെടുവിക്കാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ നിരാശയുടെ വാക്കുകൾ മാറട്ടെ അധരങ്ങളിൽ നിന്ന്. പിറുപിറുപ്പിന്റെ വാക്കുകൾ അധരങ്ങളിൽ നിന്ന് മാറട്ടെ. അവിശ്വാസത്തിന്റെ വാക്കുകൾ അധരങ്ങളിൽ നിന്ന് മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ പകൽ ഞങ്ങൾ ഒന്നിച്ച് ജയമെടുക്കുകയാണ്. നിന്റെ സംസാര ശൈലിയെ പോലും ദൈവം മാറ്റാൻ പോകുകയാ. ജീസസ്, ജീസസ്. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ന പകൽ ഉറപ്പിച്ച് പറയുക, ദീർഘനാളുകളായി പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്ന ചില വിഷയത്തിന് മേൽ ആ ട്യൂണുകളെ ദൈവം മാറ്റാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഞാൻ ഒന്നുകൂടെ എടുത്തു പറയാ, നിന്റെ പ്രാർത്ഥനാ വിഷയത്തെ ദൈവം മാറ്റാൻ പോകുകയാ. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി തന്നുകൊണ്ട് ദീർഘനാളുകളായി നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആ പ്രാർത്ഥനാ വിഷയത്തിന്റെ യാചനയുടെ സ്വഭാവങ്ങളെ ദൈവം മാറ്റിയിട്ട് അത് സ്വർഗത്തിലെ ദൈവത്തെ പുകഴ്ത്തുന്ന തരത്തിൽ ചില വിടുതലുകൾ ഈ പകൽ ദൈവജനത്തിന് വേണ്ടി വ്യാപരിക്കുകയാ. ഇപ്പോൾ തന്നെ ഏറ്റെടുക്കുന്നവർ കരങ്ങൾ അടിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ട് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ദൈവം ആ വിടുതലുകൾ അയക്കുകയാണ്. ആരിലൊക്കെ എവിടൊക്കെ, ആരിലൊക്കെ എവിടൊക്കെ, ഏതൊക്കെ ഭവനങ്ങളിൽ, ഏതൊക്കെ ദേശത്ത് ദൈവത്തിന്റെ വിടുതൽ വെളിപ്പെടണമോ ഇപ്പോൾ തന്നെ ആ വിടുതൽ വ്യാപരിക്കപ്പെടട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമേ. ഈ പകൽ ദൈവം ചില വിടുതലുകൾ അയക്കുകയാ. സ്റ്റക്കായി നിൽക്കുന്ന, ചലിക്കാതെ നിൽക്കുന്ന ചില തലങ്ങളെ തമ്പുരാൻ ചലിപ്പിച്ചു തുടങ്ങുകയാ. ദൈവം ഇന്ന് പകൽ നമുക്ക് വേണ്ടി ഇതിന്റെ അകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ വിടുതൽ കേട്ടുകൊണ്ടു പോകുന്നവരല്ല, വിടുതൽ പ്രാപിച്ചു മടങ്ങുന്നവരാ. ദൂത് കേട്ടുകൊണ്ട് പോകുന്നവരല്ല, ദൂത് പ്രാപിച്ചു മടങ്ങുന്നവരാ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. യേശുവിന്റെ രക്തത്താലും വചനത്താലും ഈ പകൽ ഞങ്ങൾ ഒന്നിച്ച് ജയമെടുക്കുകയാണ്. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവാത്മാവിനാൽ ഈ പകൽ ദൈവപ്രവൃത്തി അക്ഷരീയമായി വ്യാപരിക്കപ്പെടുകയാണ്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. മനുഷ്യർക്ക് പ്രതീക്ഷകൾക്ക് ബൗണ്ടറി ഉണ്ട്, അതിർവരമ്പുകളുണ്ട്. ഈ മനുഷ്യനെ കുറിച്ചുള്ള പ്രതീക്ഷയ്ക്ക് അതിരുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും അവനെ കുറിച്ച് ചെയ്യാൻ കഴിയില്ല, ചിന്തിക്കാൻ കഴിയില്ല. മാതാപിതാക്കൾക്ക് ആ ചിന്താഗതിയും അങ്ങനെയാണ്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ചില മാതാപിതാക്കളൊക്കെ ചിന്തിക്കുന്ന സാഹചര്യമുണ്ട്, ഞങ്ങളുടെ കാലശേഷം എന്തായിത്തീരും? ഒന്നും ആകത്തില്ല. എൻ്റെ കാലശേഷം എന്തായിത്തീരും? എൻ്റെ തലമുറയുടെ ഗതി എന്താകും? പക്ഷെ നീ ദൈവത്തെ യഥാർത്ഥമായി വിളിക്കുന്ന ഒരു ദൈവവൈതലാണോ? ഇന്ന് പറയട്ടെ, നിന്റെ കാലഘട്ടത്തെക്കാൾ തലമുറകൾ കുതിച്ചു ചാടുന്ന, ദൈവം ചാടിപ്പിക്കുന്ന ഒരു തലമുറകളെ ദൈവം വാർത്തെടുക്കുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഈ പകൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഇന്ന് പകൽ എത്ര പേർക്ക് എന്നോടൊപ്പം ദൈവാത്മാവിൽ നിൽക്കാൻ കഴിയുന്നുണ്ട്? ഇന്ന് പകൽ മനുഷ്യന്റെ പ്രതീക്ഷകളെ തകർത്തുകൊണ്ട് സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുകയാ. പ്രൈസ് ദ ലോർഡ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ വചനത്താലും രക്തത്താലും ഈ പകൽ ഞങ്ങൾ ജയമെടുക്കുകയാണ്. ദൈവത്തിന്റെ പ്രവൃത്തിക്കെതിരെ ചലിക്കുന്ന സകല ഇരുട്ടിന്റെ വ്യാപാരങ്ങളും ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ഇതിന്റെ നടുവെ ഞങ്ങൾ ശാസിച്ചകറ്റുകയാ. യെസ്, പ്രൈസ് ജീസസ്,
പത്രോസ് യോഹന്നാനും ഈ മനുഷ്യന്റെ അടുക്കലേക്ക് വന്നതുപോലെ ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എൻ്റെ അടുക്കലേക്ക് എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവ് ഈ പകൽ ചലിക്കുകയാണ്. എൻ്റെ വിഷയത്തിൻ്റെ അടുക്കലേക്ക് എൻ്റെ കർത്താവിൻ്റെ ആത്മാവ് ഈ പകൽ ചലിക്കുകയാണ്. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവാത്മാവിനാൽ അത് സംഭവിക്കുകയാണ്.